എടോ പപ്പിയുള്ള എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കുറച്ച് പകുതി സമയം ഞാനതൊരു ബിസിനസ്സിലേക്ക് മാറ്റി വെച്ചാലോ എന്ന് ആലോചിക്കാം. എന്തിനാ ബാലേട്ട ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ബിസിനസ് അല്ലേ? ആര് പറഞ്ഞു? ആര് പറയണോ? എന്റെ ബാലേട്ടൻ എനിക്ക് അറിഞ്ഞൂടെ. അതല്ലടോ, നമ്മളങ്ങനെ ഒരു ബിസിനസ്സിൽ മാത്രം ഒതുങ്ങി നിന്നിട്ട് കാര്യമില്ല. പല പല കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ ഒരു ഡോക്ടർ, അതൊരു ഡോക്ടറായിട്ട് കാര്യമില്ല, ബ്രോക്കറും കൂടി ആവണം. ഡോക്ടർ ബ്രോക്കർ മറ്റുള്ള സമയങ്ങളിൽ ബ്രോക്കർ കൂടി ആവണം. ഒന്നിൽ മാത്രം ഒതുങ്ങി നിന്നിട്ട് കാര്യമില്ലല്ലോ പിള്ളേ. അതേപോലെ തന്നെ ഞാനൊരു പുതിയ സംരംഭം തുടങ്ങിയാലോ എന്ന് ആലോചിക്കാം. തുടങ്ങണം. എന്താ മനസ്സിൽ എന്താ കാണുന്നത്? അത് ഞാൻ പാർട്ട്ണർഷിപ്പ് ആയിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഞാനുണ്ട്. ഈ പകുതി വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കുക. പകുതി വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കുക. ഇപ്പൊ ഒരു ടി വി, അതിന്റെ പകുതി വിലയ്ക്ക് കൊടുക്കുക. പകുതി വിലയ്ക്ക് കൊടുക്കുക. ഒരു ഫ്രിഡ്ജ്, അതിന്റെ പകുതി വിലയ്ക്ക് സാധനം കൊടുക്കുക. ഒരു സ്കൂട്ടർ ആയിക്കോട്ടെ, സ്കൂട്ടർ അതിന്റെ പകുതി വിലയ്ക്ക് വീട്ടിലെത്തി കൊടുക്കുക. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. നമ്മളെ പ്ലംബർ ജോണിയില്ലേ കൊയിലാണ്ടി, ഞാൻ കൊടുത്ത സ്കൂട്ടറാ പുതിയത്. അത് നിങ്ങൾ കൊടുത്ത സ്കൂട്ടറാ? അതും മാള് പൂക്കാട് പകുതി വഴി കണ്ടിട്ടുണ്ടല്ലോ. പൂക്കാട് എങ്ങോട്ടാ പോയതെന്ന് അറിയോ? അത് കോഴിക്കോട്ടേക്കാന്നാ തോന്നുന്നു. അപ്പൊ കൊയിലാണ്ടി ടു പൂക്കാട് ടു കോഴിക്കോട് ഏകദേശം പകുതി പൂക്കാട് എത്തി ഉണ്ടാവും. അപ്പൊ അത്രേ കൂടെ ഉള്ളൂ. വണ്ടി പകുതി ഓടും, ബാക്കി എന്താക്കൂ? ബാക്കി റിലാക്സ് ചെയ്ത് ബസ്സിന് പോവാ, എൻജോയ് ചെയ്ത് പോവാ. ബാലേട്ടാ ഇത് നടക്കുമോ? പകുതി വിലക്ക് സാധനം കിട്ടുമ്പോ അതിന്റെ കാര്യം ഉണ്ടാവില്ല പപ്പ പിള്ളേ. അപ്പൊ നമ്മൾ ടി വി കാണുന്ന നേരം ന്യൂസ് പകുതി കണ്ടോണ്ടിരിക്കുമ്പോ പകുതി നിൽക്കൂ. ബാക്കി നമ്മൾ രാവിലെ പത്രത്തിലെ വയ്ക്കാം. എന്താ ന്യൂസ് എന്താന്ന് മുഴുമിക്കാം. ഫ്രിഡ്ജ് പകുതി സമയം ഉപയോഗിക്കാം, പകുതി ഉപയോഗിക്കാം. സമയം നമുക്ക് അലമാരയായിട്ടോ ഷെൽഫായിട്ടോ അങ്ങനെ അത് ഉപയോഗിക്കാം. ഫ്രിഡ്ജ് അലമാരയായിട്ട് ഉപയോഗിക്കാം. അതല്ലേ പറഞ്ഞത്. സംഭവം കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇക്കാര്യങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. അതെന്നോട് പറയാത്ത കാര്യം ഇത് കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള കാര്യല്ലേ. അതിനോട് പറഞ്ഞിട്ടും വലിയ കാര്യമില്ലല്ലോ. അങ്ങനെയാണല്ലേ? അതല്ലേ. എന്തായാലും ഇതൊരു വമ്പൻ വിജയമായി മാറ്റണം. വമ്പൻ വിജയാക്കും. ഇത് ഞാൻ തീർച്ചയായിട്ടും വിജയാക്കും. പൈസ നോക്കിയാണ്. അഞ്ചല്ലുണ്ടാവും. അഞ്ചുള്ള അശോക, നമ്മളെല്ലാം പകുതി കച്ചവടല്ലേ, അപ്പൊ പകുതിയല്ലേ ഉണ്ടാവും. പകുതി ഉണ്ടാവും. അശോക എന്നോട് ഈ കച്ചവടത്തിനെ പറ്റി പറഞ്ഞ ഇതിന്റെ ആരാ ബിനാമി മാത്രാണ്. മനസ്സിലായല്ലോ? പൈസ 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 ഇതിന്റെ വേറൊരു മുഖം കാണിക്കല്ലേ. ബാക്കി എന്താ പൈസ എത്ര മാറ്റി അശോക? അടുത്ത പ്രാവശ്യേ ഇങ്ങനെ വിളി ഉണ്ടാവില്ല, ഇവിടെ ഇരിക്കുന്നേ. പൈസ കണ്ടിട്ട് മനസ്സിലായല്ലോ? അതല്ലാന്ന് ഇത് നോട്ട് തിരിഞ്ഞു പോയി. ഇത് നേരത്തെ ബാലട്ടുണ്ടാക്കല്ലേ. പാടാ പിന്നെ വരാ. ബാലേട്ടാ ഒരു 3000 ഉറുപ്പ്യ ഉണ്ടാവും നിങ്ങളെടുത്ത് തരാമെങ്കിൽ? ഇല്ല, പൈസ ഇല്ല, ഒരു ഉറുപ്പില്ല കയ്യിൽ. അത് നിങ്ങൾ പറയത് ആടുന്ന് കിട്ടില്ല നിങ്ങൾക്ക്. ഇപ്പോ എനിക്കെന്തിനാ എന്റെ കയ്യിൽ പൈസ മനക്ക് ആവശ്യം വരികയാണല്ലോ. അതല്ലാന്ന് വല്യമ്മക്ക് മുട്ടിന് സുഖല്ല. അതാ. വല്യമ്മക്ക് മുട്ടിന് സുഖല്ല, കാലിന്റെ. വല്യമ്മ വർഷങ്ങളായിട്ട് കിടപ്പിലല്ലേ? കിടപ്പിലാണ്, എന്നാലും നമുക്കൊരു ഇത് ഉണ്ടാവൂലേ? എന്തുണ്ടാവില്ലേ? എടോ, ഒരു മനുഷ്യൻ എന്തിനാ മുട്ട് വേണ്ടേ? നമ്മള് മുട്ടിലെഴിയും ചെറിയ പ്രായത്തില്. അത് കഴിഞ്ഞ് നമ്മൾ നടക്കാൻ തുടങ്ങും. ഈ നടന്ന ആള് മുട്ട് കൊയ്യാണ്ട് കിടപ്പിലായി കാലങ്ങളായി കൊഴിഞ്ഞ് നടക്കുക. പിന്നെ ഇവർക്ക് എന്തിനാ മുട്ടിന്റെ ആവശ്യം? ചിലപ്പോ ഒന്ന് നീറ്റ് നടക്കണം തോന്നിയാലോ. എന്തിന് ഈ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇന്നെ ബുദ്ധിമുട്ടിക്കല്ലേ? നിങ്ങളൊരു നിന്നെ ബുദ്ധിമുട്ടിക്കല്ലേ? എനിക്ക് എത്രയോ പൈസന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് ഒരു 50,000 ആവശ്യമുണ്ട്. ഇപ്പൊ ഒരു 10 രൂപ കിട്ടിയിട്ടേ ഉള്ളൂ. ബാക്കി 40 ഞാൻ ഒപ്പിക്കണം. എനിക്ക് വേണ്ട ബാലേട്ടാ, തരണ്ട. ഹലോ, എത്ര ആണോ? ഞാൻ പെട്ടെന്ന് വരാം. എന്താ നിനക്ക് എത്ര പൈസന്റെ ആവശ്യം? 3000 ഉറുപ്പ്യ. ചെറിയൊരു കൊളത്തിട്ടുണ്ട്, ചിലപ്പം കൊടുക്കും. അത് മതി. കണ്ടന് ഡൗട്ട് ഉണ്ടെന്ന് കേട്ട്. കണ്ടൻ അതൊരു മോഷണമല്ല, ഓനതൊരു വർക്കാണ്. ബ്രിട്ടനിലൊരു രാജകുമാരി ഉണ്ട്. എല്ലാ മ്യൂസിയത്തിലും പോവും. വിലപിടിപ്പുള്ള എല്ലാ സാധനം എടുത്തിട്ട് വരും. ഓൽക്ക് എന്തിനാ വിലപിടിപ്പുള്ള സാധനം? കൊടാനുകൂടിയില്ലേ. അപ്പൊ ഇതെന്താണ്? ഓൽക്ക് ഇതെന്താണ്? ഒരു വർക്കാണ്. ഇവിടെ ഒരു സിനിമ ആടെ ഉണ്ടാവും പോലെ അവര് ഈ വർക്ക് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. കുറുവാ സംഘം എന്ന് കേട്ടിട്ടുണ്ടോ? കുറുവ അരിന്ന് കേട്ടിട്ടുണ്ട്. എന്നാലേ കുറുവാ സംഘം എന്ന് പറഞ്ഞ കൂട്ടരുണ്ട്. ഓർക്കിത് വർക്കല്ല, ഓർക്കിതൊരു മോഷണമാണ്. സൂക്ഷിച്ചോ. അല്ലടോ,
നമ്മളിത് അറിഞ്ഞിട്ട് പോയില്ലേ, മോശല്ലേ? ആ മോശമാണ്. എന്നാ വാ എന്നാ പോവാം. പോവാ. കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാലോ. എന്തായാലും അവര് ശ്രദ്ധിക്കാത്തോണ്ട് തന്നെയാ, അല്ലെങ്കിൽ ഇതൊക്കെ പോവോ? ആ ആ അത് തന്നെ, ഇതൊക്കെ ശ്രദ്ധിക്കാത്തോണ്ടല്ലേ. നിങ്ങൾ ഇതൊന്നും വിട്ട് പുറത്ത് നടക്കണ്ട. ഈയേ എന്റെ സ്വർണത്തിൽ കണ്ണു വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തിനു? നീ വിഷമിക്കണ്ട, നമുക്ക് വഴിയാൻ പോവാം. ബാലേട്ട ആടെ നല്ലോണം ആൾക്കാരുണ്ടല്ലോ. ആ ബാലേട്ടൻ വരുന്നുണ്ട്. ബാലേട്ടൻ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കിയേ? ആൻസന്റെ വീടുന്ന പൈസ പോയേ? ഒരുത്തനെ ഞാൻ വെറുതെ വിടൂല. ബാലേട്ടൻ വരുന്നുണ്ട്, പോയി പറ. ഓ ഓ, അങ്ങനെ അങ്ങനെ. ആ ബാലേട്ടൻ വരുന്നുണ്ട്. ബാലേട്ടൻ ബാലേട്ടൻ ബാലേട്ടൻ. ആ ബാലേട്ടൻ വരുന്നുണ്ട്, ബാലേട്ടൻ വരട്ടെ. ചേച്ചി ഗിരി ചേച്ചി നമസ്കാരേ. ബാലേട്ടാ വിടൂല ഞാൻ. അല്ലല്ല, അനുസരിച്ച് പോയിട്ട് ഒരുപാട് പരിപാടികളതാ. എന്താ പ്രശ്നം അത് പറയും. ബാലേട്ടാ, ഞാൻ ചിട്ടി പിടിച്ച കാശ് 25,000 റുപ്യ ഇവിടുത്തെ അലമാരി കൊണ്ടുവച്ചതാ. 1 മാസമായി, ഇപ്പൊ അത് കാണുന്നില്ല. എവിടെ പോയി? ആരോ കട്ടുണ്ടോയി. ഈ വീട്ടിൽ നിങ്ങളല്ലാതെ വേറെ ആരൊക്കെയാ ഉള്ളത്? ഞാൻ പിന്നെ ഈ വീട്ടില് നിങ്ങളല്ലാണ്ട് വേറെ ആരൊക്കെയുള്ളത്? അത് അതിനല്ല ഞാൻ ചോദിച്ചു. ഞാനും ഭാര്യ അച്ഛനും. ആ അച്ഛനല്ലേ? ആഹാ, അപ്പൊ നിങ്ങൾ പോലീസിലൊന്നും അറിയിച്ചില്ല? ഇവനാ, ഇവൻ എനിക്ക് സംശയം. നാണാ വിളിക്ക്. വാ. ഞാൻ തന്നെ വാ. അണ്ണാ, ഞാൻ പൈസ അങ്ങോട്ട് കൊടുക്കാനല്ല, കക്കാനോ അങ്ങനത്തെ അതൊക്കെ പറവ. നമുക്ക് തീരുമാനിക്കാം. ഇവൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. നാനാ, എനിക്കെന്താ നിങ്ങളെ പൈസ? ഞാനാണ് ഇവർക്ക് എല്ലാവർക്കും, ഇവരെല്ലാരും എന്റെ കസ്റ്റമറി. ഇവർക്ക് എല്ലാവർക്കും പൈസ അങ്ങോട്ട് കൊടുക്കാനല്ല ഇങ്ങോട്ട് മേടിക്കണം, അങ്ങനത്തെ പറവൊന്നുമില്ല. എനിക്ക് ഈ വീടും സെർച്ച് ചെയ്യണം. ഈ 4-5 ദിവസമായിട്ട് ഇവിടെ വരുന്ന എല്ലാവരുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണം, ആയിക്കോട്ടെ. ഇൻക്ലൂഡിങ് ഇവൻ. ഓക്കെ? നാനാ, ഞാൻ തന്നെ. ബാലേട്ടൻ കേറിയട്ടെ. ഇവര് പറയുന്നത് എല്ലാരും കൂടി അങ്ങോട്ടായത്. ഇവിടെ സിനിമാ പ്രദർശനമൊന്നുമില്ല, അങ്ങോട്ട് മാറി. പാലേട്ടിന്റെ മേലെ കയറാൻ നോക്കണ്ട, ഇങ്ങോട്ട് ഇറങ്ങടാ അങ്ങോട്ട്. നിങ്ങൾ കണ്ടില്ല ആടെ ഒരു പാവം നിൽക്കുന്നത്? അതിന്റെ പരം പോയി നിന്നൂടെ? ഓ, ഓളെ സ്വഭാവം എനിക്ക് അറിയാനിട്ടാ. ഇറങ്ങടാ അങ്ങോട്ട്. ഓ, വലിയൊരാളും നമ്മളൊന്നും ഒന്നിനും പറ്റാത്തോലും അങ്ങോട്ട് നിന്നണ്ണ. പെണ്ണുങ്ങൾ അങ്ങനെ മുട്ടി നിൽക്ക്. കാസ്. നിങ്ങളൊന്ന് വർത്താനം പറയാണ്ട് നിൽക്കോ? സോയിരി തരട്ടെ ഒരു പെണ്ണുങ്ങളെ. ഇതെന്റെ കമ്മല. എന്താടി ഇതാണോ സംഭവം നടന്ന അലമാര? ആടെ ഒന്നുമില്ല ബാലേട്ട, ആടെ ഒന്നും കാണുന്നില്ല. ഓപ്പൺ സെർച്ച്. ബാലേട്ടാ കിട്ടിയില്ലേ? ഇതെന്താ നോക്ക്. എന്തേത്? മദ്യം. ആരാ ഇതിന്റെ ആള്? പണിക്കെല്ലാം പോയിട്ട് 2 അടിക്കാനാ ബാലേട്ട. പണിക്ക് അടിക്കാനാണോ പോകുന്നത്? പണി കഴിഞ്ഞ് വന്നിട്ട് 2 അടിക്കാനാ ബാലേട്ട. പണിക്ക് പോയിട്ട് സാരിന്റെ ഇടയിൽ ഒളിപ്പിച്ചേക്ക്. ഞാൻ അന്നേരെ പറഞ്ഞ ആൽമാരിയിൽ വെക്കണ്ടാന്ന്. സെക്ഷൻ ഏത് ലെവലില്? സെക്ഷൻ ഏതാ? ഇത് കൊടുങ്ങട്ടോ. സെക്ഷൻ M80. M80 അല്ലടോ, 180. 180 185. ഇത് ആർക്കും കിട്ടാത്ത ഏതെങ്കിലും ദൂരത്തേക്ക് എറി. നമ്മുടെ വീടിനടുത്തൊരു പൊട്ടക്കിണറില്ലേ, അവിടെ കൊണ്ടെറി. ബാലേട്ട, ബാലേട്ട, ഞാൻ കേസാക്കണത്? കേസക്കണ്ട. ഇതിപ്പോ മോനെ എക്സൈസ് കയറ്റാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി ജയിലിൽ കിടക്കേണ്ടി വരും. പ്രത്യേകിച്ച് അളമാരിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചു. രണ്ടാള് പോണ്ടി വരും പിടിച്ചു കഴിഞ്ഞാല്. കൊണ്ടോയ്ക്കോ, വേഗം കൊണ്ടോയ്ക്കോ. എന്താ ഇവിടെ ഒന്നുമില്ലല്ലോ. ഇതെന്താ ഇത്? ഗ്യാരണ്ടീന്റെ ആണോ? ആ, അതിന്റെ ഫാൻസി തിരൂര് പൊന്ന. ഓൻ എന്തേതും വർത്താനാ പറഞ്ഞേ? ആന്താടക്കുന്ന് ചോദിച്ചോക്കെ. ശോഭേച്ചിന്ത് എടക്കുന്ന് ഇങ്ങോട്ട് കേറിക്കൂടെ? കട്ടോരാത്തുന്ന പോരെ? എന്ത്? എന്തായാലും ഞാനില്ല. അല്ല, നമ്മളെടുത്തുന്ന അവര് പറയുന്നത്. എന്തെല്ലാം പ്രശ്ന? ആള് മോശമില്ലല്ലോ. ഇയ്യാ പറഞ്ഞ കേട്ടാ? വേണ്ടാത്ത വർത്താനാണെന്ന് പറയാൻ നിക്കണ്ടോ. അകത്തേക്ക് പോയിക്കുന്നു ബാലേട്ടെ. ആന്ന് നോക്കുന്നുണ്ടല്ലേ. എന്തൊക്കെയാ മോനെ? ടെൻഷൻ ഉണ്ടച്ചാ, ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഇതിനു മുമ്പും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാർത്തികനിച്ചിക്ക് അറിയാം അല്ലേ? നമ്മുടെ ദിവാകരൻ്റെ മോളുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം പെണ്ണ് കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് 25 പവൻ മോഷണം പോകുന്നത്.
കായംകുളത്തുനിന്ന് ഒരു ദിവസം ചെക്കൻ്റെ ആളുകൾ വരിക. അന്നിവിടെ ഈ പാലല്ലേ ഇരുന്ന് ഇതിങ്ങനെ തോണിയല്ലേ? തോണി പപ്പ ഒന്നുമില്ല അന്ന്. എനിക്ക് തോന്നുന്നത് അവർ തോണിയിൽ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ സ്വർണം പോയിട്ട് പാവം പച്ചപ്പാവം ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തൊരു കുടുംബത്തിലാണ് ഈ മോഷണം പോയത്. എന്നിട്ട് 25 പവൻ കൊടുത്തിക്കല്ലോ. സംസാരിക്കട്ടെ, ഞാൻ ഈ വിഷയത്തെ പറ്റി സംസാരിക്കട്ടെ. കൊടുത്തു അതൊക്കെ ബാലൻ ഇടപെട്ട് കൊടുത്തല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ബാലന്റെ നേതൃത്വത്തിൽ പോലീസിനെ വിളിച്ച് അന്വേഷണം തുടങ്ങി. അപ്പുറത്ത് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വിഭാഗം, ഇവിടെ ബാലന്റെ നേതൃത്വത്തിൽ പോലീസിന് തെരച്ചിൽ. അവിടെ കല്യാണം ഒരുക്കം, ഇവിടെ തെരച്ചിൽ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പം ബാലൻ അങ്ങനെ ആലോചിച്ചു, ബാലൻ തിരയുന്നുണ്ടല്ലോ, പിന്നെ ഈ പോലീസിന്റെ കാര്യം എന്താ? തിരിച്ചു വിട്ടു. ഗവൺമെന്റിന് വെറുതെ നഷ്ടം ഉണ്ടാക്കണ്ടല്ലോ. മുഴുവൻ ഫോഴ്സിനെ അപ്പം തന്നെ പിരിച്ചുവിട്ടു. ബാലൻ ഒറ്റക്ക് നിന്ന് തെരഞ്ഞ് ബാലന്റെ ചില മർമ്മപ്രധാനമായ ചില വിദ്യകൾ കൊണ്ട് കള്ളൻ എൻ്റെ മുന്നിൽ വന്ന് കീഴടങ്ങി. അങ്ങനെ അതെ പപ്പു ഉള്ളതല്ലേ, ഞാനൊന്നും ജനിച്ചിട്ട് പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ എപ്പോഴും അവരുടെ ഉള്ളില് ബാലേട്ടൻ ഈ വീടിന്റെ ഐശ്വര്യം. ഇയാൾ അഡ്വർടൈസ്മെന്റ് ആണ്. ഇയാൾ വന്നേ ബാലേട്ടൻ പറഞ്ഞ കേൾക്കങ്ങോട്ട്. വീടിന്റെ മുന്നിൽ എഴുതി വെച്ചാ വീടിന്റെ മുന്നിൽ എഴുതി ചിലക്ക് പെയിന്റ് അടിച്ചാ പോലെ മനസ്സില് ഹൃദയത്തിൽ എഴുതി വെച്ചതാ ബാലേട്ടൻ ഈ വീടിന്റെ ഐശ്വര്യം. അയ്യോ, അപ്പൊ പറഞ്ഞൊക്കെ മനസ്സിലാക്കിയല്ലോ. അന്ന് മൂപ്പര് കണ്ടുപിടിച്ച ഒരു നമ്മുടെ നാട്ടിലെ നിലയും വിലയുള്ള ഒരാളെയാണ്. പക്ഷെ എന്റെ മുന്നിൽ സാഷ്ടാംഗം കരഞ്ഞു പിടിച്ചോണ്ട് ഞാൻ കേസാക്കിയില്ല, പ്രശ്നമാക്കിയില്ല, ആളെ പേര് ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. ഞാനിപ്പം പറഞ്ഞു പേര് പറഞ്ഞോ? ഞാനിപ്പം പറഞ്ഞു പേര് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ല. അത് പാലിന്റെ ഉള്ളിലെ നന്മ. പേര് ഞാൻ പറയില്ല. അതുപോലെ ഇതെടുത്ത ആളുകൾക്ക് എന്തെങ്കിലും പശ്ചാത്തലം ഉണ്ടെങ്കിൽ ഇപ്പം പറയാം. ഒരു അദാലത്ത് ഞാൻ വെക്കുകയാണ്. എടുത്ത് ഈറ്റാണോ? ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പം ഒന്ന് പറയാം. ഇത് ഇരു ചെവിയറിയാതെ ഇവിടെ വെച്ച് സോൾവ് ചെയ്തോളാം. പൊള്ളാച്ചി മുത്തോ. നാനാ അണ്ണാ, ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് എല്ലാവരും പറഞ്ഞേക്കുന്ന ഒരു പേര് അണ്ണന്റെ പേരാ. അത് ബാലേട്ടൻ 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 ബാലേട്ടൻ. എല്ലാവരും പറയുന്ന പേര് ബാലേട്ടൻ ബാലേട്ടൻ. ഞാൻ അണ്ണന്റെ ഭയങ്കര ഫാന്. ഫാന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പകുതി പൈസക്ക് ഒരു ഫാൻ തരട്ടെ. നിങ്ങൾ ബിസിനസിന്റെ കാര്യം നിർത്തി കാര്യം പറ. വേണ്ട. ഞാൻ പറഞ്ഞത് ഇതിലാർക്കെങ്കിലും തുറന്നു പറയണേ ഇപ്പം പറയാം. ബാക്കി ഞാൻ സോൾവ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല. പ്രഭിജയ ലാസ്റ്റ് ചാൻസ് ആട്ടോ. എന്തിനാടോ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? ഞാനല്ല, നിങ്ങൾ കേട്ടില്ല ബാലേട്ടാവൻ. പ്രഭിജ ചെയ്തു എന്നല്ല, ആർക്കും കൊടുക്കാം. ഇനിയിപ്പോ പപ്പു എടുത്താ പപ്പുന് പറയാലോ, തുറന്നു പറയാലോ. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് പറയോ? ഞാൻ ഒരിക്കലും പറയൂല. അല്ല അങ്ങനല്ല, ഇവിടുന്ന് എടുത്തുന്നല്ലോ. ഇവിടെ പുറമേ ഉള്ള ഒരാൾ ഈ മാത്രമേ ഉള്ളൂ. എടുത്തിട്ടുണ്ടേ തുറന്നു പറയാം. ഞാൻ എന്റെ നാട്ടില് എല്ലാവരും എന്നെ പറ്റിക്കാന്നല്ലാതെ മുത്തു ആരും പറ്റിച്ചില്ല. നിങ്ങളെ പറ്റിച്ചോ? ആരെങ്കിലും പറ്റിച്ചോ? ആരോട് വേണമെങ്കിൽ ചോദിച്ചോ. മുത്തു സത്യമായ ആള്. സത്യം, ഇതിൽ കളവില്ല എന്നാ സത്യം. മുത്തു, എന്റെ മുടി ഉണ്ടല്ലോ, ഈ ജട അത് ഞാൻ വടിച്ചെടുക്കും. ആ നേർച്ച ഞാൻ ഇവിടെ കഴിക്കും. താടി പഠിക്കും, മീശ പഠിക്കും, നിന്റെ ഈ പിരികം പഠിക്കും. അച്ഛമ്മണ്ടല്ലേ, കവിളില് ശൂലം കുത്തും, തലയില് ചെമ്പുള്ളി പിന്നെ ഈ കരിമ്പുള്ളി കുത്തും. അച്ഛമ്മണ്ടരുത്. എന്നിട്ട് കഴുതപ്പുറത്ത് കയറ്റിയിട്ട് ചാട്ടവാറടിച്ച് ഈ പഞ്ചായത്ത് മൊത്തം കറക്കും. എന്നിട്ട് നിന്നെ മുക്കാലില് കെട്ടി അടിക്കും. ഞാൻ മുക്കാലല്ല ഫുൾ കാലിൽ കെട്ടി അടിക്കണം. നിന്നെ ഇങ്ങോട്ട് വാ. നീ എടുക്കണ്ട പറഞ്ഞോ. ആർക്കെങ്കിലും പറയണേ ഇപ്പം പറയാം. ഞാന് പിടിച്ചു കഴിഞ്ഞാ പിന്നെ നാറിപ്പോവും, എല്ലാവരും നാറിപ്പോവും. ആച്ചമുണ്ടല്ലേ, അവസാനമായിട്ടാ ബാലന്റെ വേറൊരു മുഖം നിങ്ങൾ എല്ലാവരും കണ്ടുവരും.
എല്ലാവരും പിരിഞ്ഞു വയ്ക്കോ. അല്ല ആരാന്ന് മനസ്സിലായില്ല. ബാലേട്ടൻ പ്രവിജയ്. അല്ല കട്ടതാരാന്ന് മനസ്സിലായില്ല. കട്ടതാരാന്നേ നാളെ പേപ്പർ വരുമ്പോ കാണാം. ഇപ്പൊ നടക്ക്. ഈ പുറത്തേക്ക് ഇറങ്ങണം. ചെക്കൻ വെറും പഠിപ്പിക്കലോ. ഇങ്ങോട്ട് ഇറങ്ങട്ടോ. ഈ പെണ്ണുങ്ങളുടെ കുടുങ്ങനടോ നേരെ മുന്നിൽ നടന്നങ്ങി പൊള്ളാച്ചി മുത്തൊന്നും ഓർക്കറിയാല. ഈ കുറെ നേരായി ഈ ഓട്ടങ്ങിക്കൊണ്ടു കൈക്ക് മാന്തുന്നോ? എല്ലാരും പോട്ടെ. എന്താ ഇവിടെ എല്ലാരും പറഞ്ഞു പോവാൻ പറഞ്ഞ എല്ലാരും നീ ഇറങ്ങ്. ഞാൻ പോണോ? പോണല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യാം. നാളെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളോ ചെയ്യാം. വല ഒരു മാസമായിട്ട് 25,000 റുപ്യ ഇവിടുത്തെ അലമാരയില് വെറുതെ കിടക്കുന്നുണ്ട്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുമ്പോൾ അത് അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും. അമ്മ എനിക്ക് അറിയൊന്നുമില്ലേ? ഉള്ള കറിയൊക്കെ കൂട്ടി കഴിക്കും മോളെ. നാളെ എന്തെങ്കിലും ആക്കാം. അങ്ങനെ ഇതൊന്നിനല്ലാണ്ട് കിടക്കല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ചെന്ന് നോക്കി. ഇവിടെ വന്നിരിക്കുമ്പോഴാണ് അങ്ങോട്ടൊരു ശാരദ കുട്ടിയും ഭയങ്കര കഷ്ടതയിലാണെന്ന്. പിന്നെ മുത്ത് പറഞ്ഞിട്ട് ഓനെന്തോ പൈസ കൊടുക്കാനുണ്ട്. പൊള്ളാച്ചി മുത്ത് വന്ന് എന്തോ പൈസ കൊടുക്കാനുണ്ടായിട്ട് അതിനു വേണ്ടി ഒരു എന്തോ ലഹള കൂടുന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇല്ലമ്മ ഇപ്പൊ എത്ര മാസായി? നിങ്ങൾ 6 മാസം എന്ന് പറഞ്ഞതാ. ഇപ്പൊ 6 മാസത്തിന് മുകളിലായി. എനിക്ക് ഭയങ്കര ടൈറ്റ് ഉണ്ട്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനും ബുദ്ധിമുട്ടുണ്ട്. തരാം. എപ്പ തരോ? തരാ എന്ന് പറയുന്നല്ലാതെ പൈസ വന്നില്ല. എന്നോട് പൈസ അല്ല, വേറൊരാളുടെ പൈസ. അപ്പൊ എനിക്കിത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ശരിയാക്കണം. എന്നാലേ ഇനിയും തരാൻ പറ്റൂ. സ്പീഡാക്കാം. എപ്പ തരൂ? അടുത്ത ആഴ്ച എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു 3-4 ആഴ്ചയായി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് നിൽക്കുന്നേ. നിങ്ങളൊന്ന് സ്പീഡാക്ക്. എപ്പോ? കറക്റ്റ് ഡേറ്റ് പറ. നടന്ന് ഷൂ തഴിഞ്ഞ്, അതുകൊണ്ട് ഷൂവിന്റെ പൈസ കൂടി ചേർത്ത് തരണോ? നിങ്ങൾ പൈസ തരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ കയ്യിൽ പൈസ എടുത്തിട്ട് അവർക്ക് ഞാൻ പൈസ കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പെട്ടെന്ന് പൈസ ശരിയാക്കി തരണോ? തറ. എപ്പ തരൂ? ഇത് പെട്ടെന്ന് തീർക്കാം. എപ്പ കിട്ടൂ അത് പറ. ഞാൻ ഒരു ഓഫർ തരാം. നിങ്ങളെനിക്ക് മുതലെങ്കിലും താ. ഇല്ലാഞ്ഞിട്ടാ. ഒന്ന് കിട്ടും. ഒന്നുമേ കിട്ടില്ല. നിങ്ങൾക്ക് വന്ന വെറും എംടി ആണ്. വെറും നടത്തം മാത്രം വേസ്റ്റ്. എപ്പ തരൂന്ന് പറ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇവിടെ അങ്ങനെ വെറുതെ കിടന്നിട്ട് എന്താ, ഏതായാലും പെൻഷൻ കിട്ടുമല്ലോ. മോളൊന്നും കൊണ്ട് വാ. ഇത് പോയി അമ്മേന്റെ കൈ കൊടുത്തിട്ട് അച്ചായൻ തന്നാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ചെല്ല്, നോക്കി പോണേ. ഇച്ചായ ഇതാ മോള് കൊണ്ടുവന്ന പൈസ. അതെന്റെ പൈസയല്ലേ, അതുകൊണ്ട് അതവിടെ വെച്ചോ. എനിക്ക് ഉണ്ടാവുമ്പോ തന്നാ മതി. മോക്ക് നല്ല ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്ക്. പിന്നെ തമിഴിന്റെ ചീത്തൊക്കെ എന്തിനാ കേൾക്കുന്നത്? അയാൾക്ക് കൊടുക്കാനുള്ള കൊടുത്ത് കടമൊക്കെ വിട്ടേക്ക്. അതിന്റെ പൈസ തന്നെയാ. അത് എനിക്ക് ഉണ്ടാവുമ്പോ എന്റെ അടുത്ത് തന്നാ മതി. അപ്പൊ ഇതെടുത്ത് ഞാൻ ഓൽക്കൊന്ന് സഹായിച്ച്, അത്രേ ഉള്ളൂ. പൈസ നമുക്ക് വീടുകളിൽ വെച്ച് പൂട്ടിടാനുള്ള പൈസ ആവശ്യമുള്ളവർക്കും വിഷമമുള്ളവർക്കും കൊടുത്ത് സഹായിക്കണം. അടിപൊളി. അതിനാ ഞാൻ അങ്ങനെ ചെയ്തത്. എന്താ പാല? ഇതല്ലല്ലോ. എന്താ സംഭവം? ഈ ശാരദേന്റെ അമ്മ കല്യാണിയും ഞാനൊക്കെ ഉത്സവത്തിന്റെ സമയത്ത് അടിച്ചു പൊളിച്ച് നടന്നതാ. കുറെ കാലം സന്തോഷിച്ച് നടന്ന്. അങ്ങനെ ഈ ശാരദ എനിക്ക് പിറക്കേണ്ട മോളായിരുന്നു. അത് ജസ്റ്റ് മിസ്സായി പോയതാ. കള്ളക്കാവുക. ഹാൻസാ. ആ ബാലേട്ടാ, എന്തേ? ആ പൈസ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. പൈസ കിട്ടേ? ആ കിട്ടും. അച്ഛാ ശരി.
പുറത്താക്കിയല്ലോ. അല്ല അച്ഛനെന്താ പറഞ്ഞു? എടാ അതൊരു പൂത്ത ലവ് സ്റ്റോറിയാ. പൂത്ത ലവ് സ്റ്റോറിയോ? എന്നാ എന്നോട് പറയുങ്ങള്. അത് എന്നോട് കൂടി മണ്ണടിയട്ടെ. അല്ല ബാലേട്ടാ, ഈ ലവ് സ്റ്റോറിക്ക് ദൃശ്യം സിനിമയായിട്ട് എന്തുണ്ട്? ഇനി ഇങ്ങനത്തെ ചോദിച്ചാൽ ഈ അദൃശ്യനാവും. അല്ല ഇനിയിപ്പോ നമ്മൾ ഏത് പ്രശ്നത്തിലാ പോയിട്ട്? എടാ പ്രശ്നമില്ലേ, നമ്മൾ ഉണ്ടാക്കും. അതിനല്ലേ ഈ ഞാനൊക്കെ ഇവിടെ. നമ്മളെ കോഴിക്കോട്ട് അങ്ങാടി